ഹലോ ഗൈസ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ ഗൈസ്. അപ്പോൾ ലാസ്റ്റായിട്ടൊരു മെയിൻ അപ്ഡേറ്റ് പറയുമ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചൻ്റെ മുമ്പത്തെ ആഴ്ചയായിട്ടാണ് ലാസ്റ്റായിട്ടൊരു മെയിൻ അപ്ഡേറ്റ് പറയുമ്പോൾ വന്നിട്ടുള്ളത്. ഇനി നാളെയും വലിയ മെയിൻ അപ്ഡേറ്റ് പറഞ്ഞാണ്ട് അങ്ങനെയായിട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നാളെ ഇനി വലുതായിട്ട് വരുന്നതിൽ കൊണ്ടുവരാൻ സാധ്യത കുറവാണെന്ന് ഞാൻ പറയാം. കാരണം ഈ വരുന്ന 30-ാം തീയതി മീൻസ് ഈ വരുന്ന നാളെ കഴിഞ്ഞിട്ടുള്ള തേഴ്സ്ഡേ ഒരു ന്യൂ കൊളാബറേഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കൊണാമി. അപ്പോൾ ആരായിട്ടാണ് കൊളാബറേഷൻ എന്ന് ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല, അത് ഡൗട്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കണം ആരായിട്ടാണ് കൊളാബറേഷൻ എന്നും ആരൊക്കെ നാളെ വരുന്നൊക്കെ നമുക്ക് നോക്കണം എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും വീട്ടിലോട്ട് കിടക്കാം. ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്ക് പറഞ്ഞാൽ ഇതാണ് ഒരു നമുക്ക് തന്നിട്ടുള്ള ഷാഡോസ്. യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പും വേൾഡ് വൈഡും ആണ്. 2 പ്ലെയർ ഓഫ് ദി വീക്ക് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയായാലും പൊളിക്കും. വേറെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ ഇതിനെ കിട്ടും, നാളെ ഷാഡോസൊക്കെ കിട്ടും എനിക്ക്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇത് ഷാഡോസ് ആരൊക്കെ അറിയണം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് അറിയാം, അത് ഞാൻ ലാസ്റ്റ് കാണിക്കും. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവൻറ്റൂസിൻ്റെ ഒരു പാക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ജിയാലിഞ്ചി, ബഫൺ, പിന്നെ ഹെർണാൻ ക്രെസ്പോ, ഫാബിയോ കന്നവാരോ, ഒന്നും പറയാൻ കിഡ്ഡലെന്ന് തന്നെ ആവും. പിന്നെ എന്താ പറയുക, യുവൻറ്റൂസിൻ്റെ കൂടെ ആകുമ്പോൾ ബഫണും കന്നവാരയൊക്കെ പൊളിക്കും ഗൈസ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണാമി ഇനി വരാനുള്ള ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. നാഷണൽ ഓൾ സ്റ്റാർസിൽ വെച്ച് ഇപ്പോൾ നാഷണൽ ഓൾ സ്റ്റാർസ് ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇനി വരാൻ പോകുന്നത് വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ നാഷണൽ ആകുമ്പോൾ നാഷണലിൽ തന്നെ ഇനി കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതാണ് കൊണാമി. ഇതൊക്കെ നമുക്ക് നോക്കാം. സോക്രട്ടസ് എന്നും പറയും. എന്താ പറയുക, നമ്മൾ ബ്രസീലത്തെ ബെസ്റ്റ് നല്ലൊരു അറ്റാക്ക് മിഡിൽ ഫീൽഡർ ആയിരുന്നു. ഈ ഫുട്ബോളിലൊന്നും ഇല്ലേനു, പെസ്സിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാരി ലിനഗർ, പിന്നെ മെറോസ്ലാവ് ക്ലോസ് വരാൻ സാധ്യതയാണ് കേട്ടോ. ക്ലോസ് നല്ലൊരു കാർഡുണ്ടാവും. പിന്നെ ഗ്രോസോ, റിക്വൽമേ ആ മിഡൊക്കെ ഭരിച്ചിരുന്ന ആളാണ് കേട്ടോ റിക്വൽമേ. കിഡിലം കാർഡുണ്ടാവും, മിഡൊക്കെ വരാൻ പോണ്. പിന്നെ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ബെനഡിക്ട് കാർത്തി, എന്തോ ഒരു പേരാണ് കിട്ടില്ല, ബെനഡിക്ട് MC കാർത്തി. പിന്നെ ഹ്യൂഗോ സാഞ്ചസ് ആണ് വരാൻ പോകുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നാഷണൽ മിഡിൽ ഫീൽഡേഴ്സ് വരാൻ സാധ്യതയുള്ള ഗുള്ളിറ്റ്, റൊണാൾഡീഞ്ഞോ, പൗൾ നെഡ്വേഡ്. ഗുള്ളിറ്റിന് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ബുള്ളറ്റ് ഹെഡറൊക്കെ വെച്ചിട്ടാണ് വരാൻ പോകുന്നത്. കിഡിലും തന്നെ ആവും. എന്താ പറയുക, വേണ്ട ഒരു കറക്ക് ഇതൊക്കെ റൂമറാട്ടോ, എനിക്ക് ഉറപ്പില്ല ഇത് തന്നെ വരണമെന്നും ഇത് തന്നെ വരാൻ സാധ്യത ഉണ്ടോയെന്നൊന്നും റൂമറില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടുക കേട്ടോ, ഒന്ന് കമൻറ്റിലിടുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ആൻഡി കോളുണ്ട്, വിൽ പവർ സ്കിൽ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇവാൻ കോർഡോബ ഫോർട്രസ് സ്കിൽ വെച്ചിട്ടാണ് വരുന്നത്. ബോജാൻ ക്രിക്കറ്റ് ഫിനോമിനൽ പാസ് അതിൻ്റെയൊക്കെ ഉണ്ട്. എന്തൊക്കെയായാലും
ഇത് വരില്ല. ഇത് എന്താ പറയുക, നിങ്ങളേതാ കൺട്രി എടുത്തിട്ടുള്ള റീജിയൻ? നമ്മളൊക്കെ ചിലവർ ഇന്ത്യ ആവാം, ചിലവർ ജപ്പാനാവാം, ചിലവർ ബ്രസീലാവാം, ചിലവർ ഏതൊക്കെ ഉണ്ട്. ഇത് ബ്രസീൽ റീജിയനുള്ള കേട്ടോ. ബ്രസീലിയൻ റീജിയനിൽ മാത്രമായിട്ട് കൊടുക്കുന്നതാണ് കൊണാമി അഡ്വർടൈസ്മെൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞ ഒരു എപ്പിക്കിൻ്റെത്. ബ്രസീലിന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്, വേറെ ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ കോച്ച് ആരൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ അലക്സ് ഫെർഗൂസൺ വരും എന്ന് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. 1998-99 ഇതിൻ്റെ ഫെർഗൂസനാണ്. പിന്നെ ഓൻ്റെ ഇത് പറയുമ്പോൾ എന്താ പറയുക, കോളും റയാൻ ഗിഗ്സുമാണ്. അഗ്രസീവ് സെൻറ്ററിങ് ബീന്നൊക്കെ ആവും വരിക. ബുള്ളറ്റ് ഹെഡർ ആൻഡ് ഫിനോമിനൽ ഫിനിഷിങ്, ഫിനോമിനൽ പാസ് ആൻഡ് എഡ്ജ്ഡ് ക്രോസിങ്, എന്തൊക്കെയാലും കിട്ടില്ലെന്ന് തന്നെ ആവും വരികയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എല്ലാവരും വെയിറ്റിംഗ് ചെയ്യണ കോച്ച് ആരാന്ന് വെച്ചാൽ വേറെ ആരുള്ള സിനദിൻ സിദാൻ ആണെന്ന് നല്ലപോലെ അറിയാം. എന്താ പറയുക, റയൽ മാഡ്രിഡ് ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പോകുന്ന സിനദിൻ സിദാനെയാണ്. എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ എന്താ പറയുക, ഫ്രാൻസിൻ്റെ കോച്ച് സിനദിൻ സിദാൻ ആവാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കുക. സിദാൻ അപ്പം എന്തായാലും വരും ഉള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം കൊണാമിയാണ്, അപ്പോഴത്തെ ബെസ്റ്റ് കോച്ചുകളൊക്കെ ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ സിനദിൻ സിദാൻ അതിൽ അങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്ക് നമുക്ക് വീണ്ടും പോവാം. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഉസ്മാൻ ഡെംബലെ, ഡേവിഡ് റയ, ആർദാ ഗുള്ളർ വരാൻ സാധ്യതയുണ്ട്. നിക്കോളോ ബാരേല, മോർഗൻ ഗിബ്സ് വൈറ്റ്, അലോൺസോ മൊറിയറ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ആ ഷാഡോസിൽ കാണിച്ച ആൾക്കാരുടെ എന്താ? ഞാൻ പറഞ്ഞ ലാസ്റ്റ് കാണിക്കുന്നത്, അപ്പം നമ്മൾ ലാസ്റ്റ് തന്നെ കാണിക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് പ്ലെയർ ഓഫ് ദി പ്രഡിക്ഷൻസിലാണ്. എന്താ പറയുക, പ്രഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യത്തിൽ വാൻഡേക്ക് വരും, ഒരു ഗോൾ അടിച്ചിരിക്കണേ ലിവർപൂളിന് വേണ്ടി. എന്തായാലും നിക്കോളോ ബരേല ഒരു ഗോൾ, റയാൻ ചെർക്കി ഒരു ഗോൾ, ഗിബ്സ് വൈറ്റ് ഹാട്രിക്കാണ് അടിച്ചുള്ളത്, എഡ്രിയാൻ റാബിയോട്ട് ഒരു ഗോൾ. പിന്നെ എൻട്രിക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ഒരു ഗോളും ഒരു കിഡിലും ഗോളും ഒരു അസിസ്റ്റും നൽകിയിട്ടുണ്ട് എൻട്രിക്ക്. ഇതൊക്കെ എൻട്രിക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ പിയർ കലൂലു ഒരു അസിസ്റ്റ് ഉണ്ട്, വാട്കിൻസ് 2 ഗോളും ഒരു അസിസ്റ്റും. പിന്നെ ലെമൻസ് ഓന് 3 സേവാണ് ചെയ്തിട്ടുള്ളത്, 3 സേവ്. പിന്നെ കാൻസലറി ഒരു ഗോളും ഒരു അസിസ്റ്റും, റാഫേൽ സിൽവ ഒരു ഗോളും അടിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ യു ആർ വെയിറ്റിംഗ് ഫോർ ദിസ് ഐ നോ, വേറെ ആരുമല്ല, ഷട്ട് ഡൗൺ +3 മാർക്കീഞ്ഞോസ് വരുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം വെച്ചാൽ PSG vs ലിവർപൂൾ മാച്ചിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഓരന്നാവും. അത്രക്കും ഗോളാവാനുള്ള ചാൻസുകളൊക്കെ അടിച്ചു വിട്ടത് മാർക്കീഞ്ഞോസാണ്. പിന്നെ ബാർസ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ബാർസ തോറ്റു, വേറെ കാര്യം, ഒരു ഗോള് അടിച്ചിട്ടുണ്ട്. അടിച്ചത് വേറെ ആരുമില്ല, ഫസ്റ്റ് ടൈം ഷോട്ട് ലുക്മാൻ. പിന്നെ ഏതൊരു ഗോൾ കീപ്പറും വേൾഡ് കാർഡിൽ വരുന്നുണ്ട്. അത് എന്താ പറയുക, GK പെനാൾട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്കില്ലിലാണ് പെനാൾട്ടി സേവർ. പിന്നെ റയാൻ ചേക്കി വരുന്നത് ടെക്നിക് +3 എന്നുള്ളതിലാണ്. പിന്നെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യട്ടോ. ആൾക്കാർ കാണാത്തവർക്കൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഏതൊക്കെ വരുന്നത് നമുക്ക് നാളെ കണ്ടുവരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.